നമസ്കാരം. കാസർഗോഡ് വെച്ച് കാണാതായ 42-കാരിയെയും 15-കാരനെയും വനത്തിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ സംഭവം. അപ്പോൾ ആ സംഭവത്തിലെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം 3 ആഴ്ചയോളം പഴക്കമുണ്ട്. മാത്രമല്ല ഇവരുടെ ഈ ഒരു ശരീരം നല്ല ഉണങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക റിപ്പോർട്ടിൽ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനാ ഫലവും രാസപരിശോധനാ ഫലവും ഒക്കെ തന്നെ പുറത്തു വരാതെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ തന്നെ പോലീസുകാർ പറയുന്നത് ഇതിനകത്ത് സംശയിക്കാൻ ഒന്നുമില്ല. എന്ത് സംശയിക്കാനില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട് സംശയിക്കാൻ? മാത്രമല്ല അവർ പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആരുടെയും ഇൻവോൾവ്മെന്റ് ഇല്ല, ഇവർ തന്നെ സ്വയം ചെയ്തതായിരിക്കും. അങ്ങനെയാണ് പോലീസുകാരുടെ ഇപ്പോഴത്തെ നിഗമനം. സ്വയം ചെയ്തതായിരിക്കും. ഒരുപക്ഷെ പ്രദീപ് ചെയ്തതാകാം, അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാളുടെയും സമ്മതത്തോടുകൂടി രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാകാമെന്നാണ് പോലീസുകാർ പറയുന്നത്. അവർ സ്വയം അവരുടെ അനാസ്ഥ മറച്ചു വെക്കുകയാണ്. 26 ദിവസം എടുത്തു. 3 ആഴ്ച എന്ന് പറയുമ്പോൾ ഏകദേശം അവരെ കാണാതായതിൻ്റെ പിറ്റേ ദിവസമോ അല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞോ ആകാം അവരിങ്ങനെ ഒരു കാര്യം ചെയ്തത്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. ആ കാണാതായ ദിവസം തന്നെ നല്ല രീതിയിൽ അന്വേഷിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് ജീവനോടെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചേനെ. പക്ഷേ അന്വേഷിക്കില്ല. കാരണം സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു കുട്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് വലിയ ചൂടൊന്നും കാണത്തില്ല. അതേസമയം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പ്രമുഖന്റെയോ നേതാവിന്റെയോ വല്ല മക്കളായിരുന്നുണ്ടെങ്കിൽ ഇപ്പം രാപ്പകലില്ലാതെ ഓടിയനെ, മുക്കും മൂലയും അരിച്ചു പറക്കിയനെ. ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് അന്വേഷിച്ചേനെ. പക്ഷെ ഇത് സാധാരണക്കാരന്റെ മകളായിപ്പോയി. അതുകൊണ്ട് തന്നെ പോലീസുകാർ ചൂട് കാണിക്കില്ല. പിന്നെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടുപോയ 2 പേരെ മുംബൈയിൽ പോയല്ലോ. അപ്പൊ മുംബൈയിൽ പോയ വാർത്ത മാധ്യമങ്ങൾ നല്ല പെരുപ്പിച്ച് കാണിച്ചു. അതേ സമയത്താണ് മാധ്യമങ്ങൾക്ക് ഈ ഒരു വാർത്ത കിട്ടിയത്. അതോടുകൂടിയിട്ട് മാധ്യമങ്ങൾ ഇത് നല്ല രീതിയിൽ വൈറലാക്കിയതോട് കൂടിയിട്ട് പോലീസുകാർക്ക് പിന്നെ അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വാർത്ത എല്ലായിടത്തും ചെന്നല്ലോ. പിന്നെ ആൾക്കാർ ചോദ്യം ചെയ്യും, ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്നറിയാം. അതിനുശേഷം അന്വേഷിച്ചു. അപ്പോഴാണ് ടവർ ലൊക്കേഷൻ പോലും എടുക്കുന്നത്. അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ ടവർ ലൊക്കേഷൻ പോലും എടുക്കുന്നത് അപ്പോഴാണ്. നേരത്തെ എന്തുകൊണ്ട് എടുത്തില്ല? അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയേനെയല്ലോ. എന്നിട്ട് ടവർ ലൊക്കേഷനൊക്കെ എടുത്തിട്ട് അവർ പോയി. അവസാനം ഇങ്ങനെയാണ് കിട്ടിയത്. ആ മാതാപിതാക്കൾക്ക് മകളെ നഷ്ടപ്പെട്ടു. അപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് മകൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്കറിയില്ല, അവർ സംശയിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പ്രദീപ് എന്നും ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. ആ കുട്ടികൾക്കൊരു സഹോദരൻ എന്നുള്ള രീതിയിലാണ് അയാളെ ആ വീട്ടുകാർ കണ്ടിരുന്നത്. വേറെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. മകൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉള്ളതായിട്ട് അവർക്കൊന്നും അറിയില്ല. അമ്മ പറയുന്നത് കേട്ടു മാധ്യമങ്ങളോട്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം വരുന്നുണ്ട്. 2 വർഷം മുമ്പ് ഈ കുട്ടിയുടെ സ്കൂളുകാർ ഈ പ്രദീപിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രദീപ് ഈ കുട്ടിയെ വേറൊരു രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഈ വീട്ടുകാരിടപെട്ടാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത്. അന്ന് വീട്ടുകാർ പറഞ്ഞത് അത് വെറുതെ തോന്നുന്നതാണ്, പ്രദീപിന് ഇവളോടൊരു സഹോദര സ്നേഹം മാത്രമാണുള്ളത് എന്ന് പറഞ്ഞിട്ട് അത് സോൾവ് ആക്കി. അതിനുശേഷം പിന്നെയും അവനുമായിട്ടുള്ള ബന്ധം തുടർന്നു. ശരിക്കും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെയാണ് യൂഷ്വൽ ആയിട്ടുള്ള മാതാപിതാക്കളൊക്കെ തന്നെ ചെയ്യുന്നത്. പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളുള്ള വീട്ടിൽ, പ്രായപൂർത്തിയാകണ്ട പെൺകുട്ടികളുള്ള വീട്ടിൽ മാതാപിതാക്കൾ നല്ല രീതിയിൽ കരുതലോട് കൂടിയിട്ടായിരിക്കും പെൺകുട്ടികളെ വളർത്തുന്നത്. അവിടേക്ക് അന്യ പുരുഷന്മാരുടെ കടന്നുകയറ്റം മാതാപിതാക്കൾ മാക്സിമം ഒഴിവാക്കും. ഇവിടെ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ സുഹൃത്താണെങ്കിൽ പോലും അയാളുടെ ആ ഒരു ഇന്റർവെൻഷൻ കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കണമായിരുന്നു. മാതാപിതാക്കൾ മാക്സിമം ശ്രദ്ധിക്കണമായിരുന്നു. അമ്മ ശ്രദ്ധിക്കണമായിരുന്നു മകൾ എന്താണ് ചെയ്യുന്നത്. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഈസിയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാൾ ഒളിച്ചോടിപ്പോയ കഥ നമുക്കറിയാം. സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോടിപ്പോയത്. ആ കേസിലും ഇതേ സംഭവമാണ് ഉണ്ടായത്. ചേച്ചിയുടെ ഭർത്താവ് ഈ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്തു. വളർന്നു വരുന്ന സമയം മൊത്തം ഈ കുട്ടിയെ ഈ ചേച്ചിയുടെ ഭർത്താവ് ഇൻഫ്ലുവൻസ് ചെയ്തു. അതേ കാര്യം തന്നെ ആയിരിക്കും ഇവിടെ സംഭവിച്ചത്. ഈ പ്രദീപ് ഈ കുട്ടിയെ അടുത്ത് മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. മോശമായിട്ട് ആ പ്രദീപ് ഈ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകാം. അല്ലെന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. വേറെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. പ്രണയമാണ്, സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ കുട്ടിയുടെ അടുത്ത് കൂടിയത്. നമുക്കറിയില്ല ആ പ്രായത്തിൽ എന്തൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് അവർ പെരുമാറുക എന്നൊന്നും നമുക്ക് ഊഹിക്കാൻ വരുന്നില്ല. ടീനേജേഴ്സാണ്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടിയെ സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. ഒരുപക്ഷെ അവരുടെ വീട്ടിലെ സാഹചര്യം കൊണ്ടാകാം, നമുക്കറിയില്ലല്ലോ, പൂർണ്ണമായിട്ടും നമുക്കറിയില്ല.
പിന്നെ അതിന് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആരുടെയെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നും അറിയില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തേണ്ടത് പോലീസുകാരെയാണ്. പോലീസുകാർ ഇത്രയും അനാസ്ഥ കാണിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് തന്നെ ഈ കേസ് തെളിയിക്കാമായിരുന്നു. പക്ഷെ പോലീസുകാർ അനാസ്ഥ കാണിച്ചു. വളരെ മോശമാണ്. എല്ലാവരുടെയും കേസിലും ഒരേപോലെ അന്വേഷിക്കാൻ തയ്യാറാകണം പോലീസുകാർ. പണക്കാർക്കൊരു നിയമം, പാവപ്പെട്ടവനൊരു നിയമം. ഒരുപക്ഷെ ഇവര് കേസ് കൊടുത്ത സമയത്ത് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടാകുക ആ കൊച്ചു എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാണ്, അങ്ങനെയൊക്കെ ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാകുക. അത്രയും സീരിയസ്നെസ്സോടുകൂടി മാത്രമായിരിക്കാം പോലീസുകാർ ഈ കേസ് ഏറ്റെടുത്തത്. ഇതുപോലെ ചെറിയ പെൺകുട്ടികളുള്ള വീട്ടിലേക്ക് അന്യപുരുഷന്മാരുടെ കടന്നുകയറ്റം മാക്സിമം ഒഴിവാക്കുക. അവരെ നിർത്തേണ്ടടുത്ത് നിർത്തുക. എത്ര പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തേണ്ടടുത്ത് നിർത്തുക. നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ സഹോദരനാണെങ്കിൽ പോലും നിർത്തേണ്ടടുത്ത് നിർത്തുക. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. സ്വന്തം ബന്ധുക്കളെ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. സ്വന്തം മാതാപിതാക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്ത് എന്ത് വിശ്വാസത്തോടു കൂടിയിട്ടാണ് ആ പ്രദീപിനെ വീട്ടിൽ വരെ കയറ്റിയത് ഇവര്. അപ്പം നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അവരുടെ സാഹചര്യം വേറെ ആയിരിക്കാം. പക്ഷേ അവർ ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇപ്പോൾ ഒടുവിൽ എന്തുവായി? പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ ഇതൊന്നും വരാതെ ഇരിക്കാൻ നോക്കേണ്ടത് നമ്മളാണ്.